അപ്പാർട്ട്മെന്റിൽ വെച്ച അസം സ്വദേശിനിയായ ബ്ലോഗറെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ആരവ് നോയ് പിടിയിൽ. കീഴടങ്ങാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ആരവ് തന്നെയാണ് പോലീസിനെ വിളിച്ചത്. തുടർന്ന് സ്ഥലത്തെ പോലീസ് എത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു. ബംഗളൂരു പോലീസ് സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ആരവിനെ ഉടൻ ബംഗളൂരുവിലെത്തിക്കും. ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്തായിരുന്നു പ്രതി എന്നാണ് വിവരം. കണ്ണൂർ തോട്ടട സ്വദേശിയാണ് 21-കാരനായ ആരവ്. ബംഗളൂരുവിലെ സ്വകാര്യ സ്ഥാപനത്തിൽ സ്റ്റുഡന്റ് കൌൺസിലറായി ജോലി ചെയ്യുകയായിരുന്നു. കൊല്ലപ്പെട്ട 19-കാരിയായ മായയുമായി 6 മാസത്തോളമായി ആരവ് പ്രണയത്തിലായിരുന്നു. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഇരുവരുടെയും ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇന്ദിരാനഗർ സെക്കൻഡ് സ്റ്റേജിലെ റോയൽ ലിവിംഗ്സ് അപ്പാർട്ട്മെന്റിൽ മായയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മുറിയിലെ കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. നെഞ്ചിലും തലയിലും മുറിവുകളുണ്ടായിരുന്നു. നെഞ്ചിലെ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം. യുവതിയുടെ മൊബൈൽ ഫോണും മുറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു. 23-ാം തീയതി വൈകിട്ടോടെയാണ് മായയും ആരവും മുറിയെടുത്തത്. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും മുറിയിൽ ചെലവഴിച്ച ആരവ് ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് ശേഷമാണ് പുറത്തുപോയത്. ഇതിന് പിന്നാലെ മുറിയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാർ മറ്റൊരു താക്കോൽ ഉപയോഗിച്ച് മുറി തുറന്നതോടെയാണ് യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അഴുകി തുടങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ചൊവ്വാഴ്ചയാണ് ഇന്ദിരാനഗർ സെക്കൻഡ് സ്റ്റേജിലെ റോയൽ ലിവിംഗ്സ് സർവീസ് അപ്പാർട്ട്മെന്റിൽ മായയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. നെഞ്ചിലും തലയിലും മുറിവുകളുണ്ടായിരുന്നു. നെഞ്ചിൽ ആഴത്തിലുണ്ടായ മുറിവാണ് മരണകാരണം. യുവതിയുടെ മൊബൈൽ ഫോൺ മുറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു. മായയും ആരും 23-ാം തീയതി വൈകിട്ടോടെയാണ് സർവീസ് അപ്പാർട്ട്മെന്റിൽ മുറിയെടുത്തത്. കൊല നടത്തുകയെന്ന ഉദ്ദേശത്തോടെ ആരവ് കത്തി കരുതിയിരുന്നതായും പ്ലാസ്റ്റിക് കയർ ഓൺലൈൻ വഴി വാങ്ങിയതായും പോലീസ് കണ്ടെത്തിയിരുന്നു. താമസ സ്ഥലത്ത് നിന്ന് ആരവ് രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. അവസാനമായി യാത്ര ചെയ്ത കാറിന്റെ ഡ്രൈവറെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഞായറാഴ്ച അർദ്ധരാത്രിയിലാണ് കൊലപാതകം നടന്നതെന്നാണ് സൂചന. ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെയാണ് ആരവ് അവിടെ നിന്ന് ഇറങ്ങിയത്. മറ്റാരും അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നതായി CCTV ദൃശ്യങ്ങളിൽ സൂചനയും ഉണ്ടായിരുന്നില്ല. ഇതാണ് പോലീസ് ആരവിലേക്ക് നയിച്ചത്. സഹോദരിക്കൊപ്പമാണ് മായ ബംഗളൂരുവിൽ താമസിച്ചിരുന്നത്. ഓഫീസിൽ പാർട്ടിയുള്ളതിനാൽ വെള്ളിയാഴ്ച വീട്ടിൽ വരില്ലെന്ന് അവർ സഹോദരിയെ വിളിച്ചു പറഞ്ഞിരുന്നു. ശനിയാഴ്ചയും വീട്ടിലേക്ക് വരുന്നില്ലെന്ന സന്ദേശം അയച്ചിരുന്നു. ഗുവാഹട്ടി കൈലാഷ് നഗർ സ്വദേശിനിയായ മായ ജയ്നഗറിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ്. ഇതിനു പുറമെ വ്ലോഗർ കൂടിയാണ് യുവതി. സാമൂഹിക മാധ്യമങ്ങളിൽ മായ ഗൊഗോയ്ക്ക് ഒട്ടേറെ ഫോളോവേഴ്സ് ഉണ്ട്. മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള CCTV ക്യാമറയിൽ പതിഞ്ഞ ആരവിന്റെ ദൃശ്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ ബംഗളൂരു പോലീസിന് ലഭിച്ചിരുന്നത്. ഇതോടെ ആരവ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നിരിക്കാമെന്ന് പോലീസ് മനസ്സിലാക്കുകയായിരുന്നു. ആരവിന്റെയും മായയുടെയും സുഹൃത്തുക്കളിൽ നിന്ന് പോലീസ് പരമാവധി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. എന്നാൽ ഇവരെ ആരെയും ആരവ് ബന്ധപ്പെട്ടില്ലെന്ന മൊഴികളാണ് ലഭിച്ചത്. തോട്ടടയിലെ വീട്ടിലെത്തിയ ആരവിന്റെ മുത്തച്ഛന്റെ മൊഴിയും കർണാടക പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ആരവിനെ പിടികൂടാനായി 2 സംഘങ്ങൾക്ക് പോലീസ് രൂപം നൽകിയിരുന്നു. മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷന് സമീപം എത്തിയതിനു പിന്നാലെ ആരവ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.